Good afternoon. Good afternoon, ma'am. Good afternoon. എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് വെക്കേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ഡേ ആണല്ലേ? അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിച്ചു. എന്തായിരുന്നു സ്പെഷ്യല്? ക്രിസ്മസിന് എന്തായിരുന്നു സ്പെഷ്യല്? ക്രിസ്മസിന് ഞങ്ങളവിടെ കാവടിയായിരുന്നു, 10-ാമതേ കാവടി. ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് സപ്താഹമായിരുന്നു 7 ദിവസം. അപ്പൊ അതുകൊണ്ട് അമ്പലത്തിലായിരുന്നു. ആരുടെ എന്തായിരുന്നു സ്പെഷ്യൽ ക്രിസ്മസിന്? വേറെ ആരുടെ സ്പെഷ്യൽ ഒന്നും ഉണ്ടായില്ലേ? ട്രിവാൻഡ്രം പോയി. ഓക്കെ. എല്ലാവരും ടൂറിലൊക്കെ ആയിരുന്നു അല്ലേ? ട്രിപ്പ് പോയോ? ഓക്കെ. അപ്പോ നമ്മുടെ 6th മൊഡ്യൂള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 7th മൊഡ്യൂളാണ് മിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 7th മൊഡ്യൂള്. 7th മൊഡ്യൂളിലെ 3rd ചാപ്റ്റർ ആണ് ക്വാളിറ്റി മാനേജ്മെന്റ്. സ്റ്റാർട്ട് ചെയ്യാം. കിട്ടിയ ഒരു പേജ് നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഇനി ആർക്കെങ്കിലും കിട്ടാത്തത് ഉണ്ടെങ്കിൽ പേജ് നമ്പർ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാം. 59. ഓക്കെ. നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടല്ലേ ക്വാളിറ്റി മാനേജ്മെന്റ്? ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാ നമ്മൾ അതിൽ പഠിച്ചത് ക്വാളിറ്റി മാനേജ്മെന്റില്? ഓർമ്മയില്ല? 4th മൊഡ്യൂളിലെ 7th ചാപ്റ്റർ ക്വാളിറ്റി മാനേജ്മെന്റ് ഓർമ്മയില്ല? ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പേഷ്യൻസിന് കൊടുക്കുന്ന ഗുഡ് ക്വാളിറ്റിയോടെ വേണം കെയർ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ എന്താ നാബ്, JCI അല്ലെ? അതുപോലെ തന്നെ 32 ഫോർമുലാസ് ഇതൊക്കെ ഓർമ്മയുണ്ട? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു? അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്ത രീതിയിലാണ് നമുക്ക് PGക്ക് പഠിക്കാനുള്ളത്. ക്വാളിറ്റി മാനേജ്മെന്റ്, ഡെഫിനിഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. നോക്കാം. ക്വാളിറ്റി മാനേജ്മെന്റ്. A hospital system with multiple locations and department is a dynamic organization which has to contend with the numerous internal and external factors. അപ്പൊ എന്താ പറയുന്നത്? ഒരു മൾട്ടി ലൊക്കേഷൻ ആശുപത്രി സംവിധാനം ചെയ്യുന്നത് അല്ലെങ്കിൽ സംവിധാനം മൾട്ടി ലൊക്കേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മൾട്ടി ലൊക്കേഷൻ ആശുപത്രി സംവിധാനം എന്നത് എന്താണെന്നാണ് പറയുന്നത്? ഒരു സ്ഥാപനത്തിന് അകത്തും പുറത്തും നിന്നുള്ള നിരവധി ചലഞ്ചസുകൾ നേരിടുന്ന ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു സ്ഥാപനമാണെന്നാണ് പറയുന്നത് അല്ലെ? നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിന് അകത്തും അതുപോലെ തന്നെ പുറത്തു നിന്നും ഒരുപാട് ചലഞ്ചസുകൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ? കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? ചലഞ്ചസുകൾ, അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? നല്ല രീതിയിൽ അവരുടെ ഓപ്പറേഷനുകൾ ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും നമ്മൾ കുറെ ചലഞ്ചസുകൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അവര് കുറെ ഒരു ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണല്ലേ അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടി കൊണ്ടുപോകാനായിട്ട്
അവർ കുറേ അധികം കഷ്ടപ്പാടുകൾ കഴിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ചലഞ്ചസുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്, ആശുപത്രി സംവിധാനം എന്ന് പറയുന്നത് അകത്തും പുറത്തു നിന്നും ഒരുപാട് ചലഞ്ചസുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. For the purpose of providing good quality and effective and efficient patient care tailored to the actual need of patients, the focus must be as on continuous quality improvement. ഇനി രോഗിയുടെ യഥാർത്ഥമായിട്ടുള്ള ആവശ്യം അനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് നല്ല നിലവാരമുള്ളതും ഫലപ്രദമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള രോഗി പരിചരണം നൽകുന്നതിന് തുടർച്ചയായിട്ടുള്ള നിലവാരങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തേണ്ടതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അല്ലെ. എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മള് എന്താണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, അതുപോലെ തന്നെ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മള് അല്ലെ ക്വാളിറ്റി, നമ്മൾ ഗുണനിലവാരമുള്ള ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അല്ലെ. സർവീസിലൂടെയും ഓരോ കാര്യങ്ങളും എവിടെയാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് ഓഡിറ്റുകൾ നടത്തിയില്ലേ. നമ്മുടെ ഡിപ്ലോമയിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ. ഓഡിറ്റ് ആയാലും സർവീസിലൂടെയൊക്കെ അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ എവിടെയൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട്, നല്ല ഗുണനിലവാരമുള്ള കെയറുകളാണ് കൊടുക്കേണ്ടത്, ഇനി ഏതൊക്കെ മേഖലകളിലാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത്, അത് രോഗിയുടെ ആവശ്യങ്ങൾക്ക് അവരുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് നല്ലൊരു ഗുണനിലവാരമുള്ള കെയർ വേണം കൊടുക്കാനായിട്ട്. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലുകള് ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അല്ലെ. അവിടെ വരുന്ന ഓരോ രോഗികൾക്കും നല്ല രീതിയിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടതായിട്ടുള്ള കെയർ വേണം കൊടുക്കാനായിട്ട്. അതിനെന്ത് ചെയ്യണം, ക്വാളിറ്റിയുള്ള നല്ല ഗുണനിലവാരമുള്ള കെയർ ഓരോ രോഗികൾക്കും അവിടുത്തെ സ്റ്റാഫുകൾ അല്ലെ അവരോട് പെരുമാറുന്നതിലായാലും അവർക്ക് കൊടുക്കുന്ന കെയറിങ്ങിലായാലും അല്ലെ ട്രീറ്റ്മെന്റിലായാലും ഓരോ സർവീസിലായാലും എമ്യൂണിറ്റീസ് ഫെസിലിറ്റീസുകൾ അല്ലെ അവർക്ക് കൊടുക്കുന്ന ഓരോ കാര്യങ്ങളിലും നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അതെങ്ങനെ വേണം, രോഗികളുടെ ആവശ്യങ്ങൾക്ക് റിക്വയർമെന്റ്സുകൾക്ക് അനുസരിച്ച് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള കെയർ വേണം കൊടുക്കാനായിട്ട്. Therefore, a smart and a transparent quality management system for employees and stakeholders is necessary, which is widely accepted in the organization. അതിനാൽ ജീവനക്കാർക്കും പങ്കാളികൾക്കും വേണ്ടിയുള്ള ഒരു സമർത്ഥവും സുതാര്യവുമായ ഗുണനിലവാര മാനേജ്മെന്റ് സംവിധാനം ആവശ്യമാണ്. ഇത് സ്ഥാപനത്തില് വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഹോസ്പിറ്റലിന് എന്താണ് എല്ലാവർക്കും അല്ലെ ജീവനക്കാർക്കായാലും അതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പങ്കാളികൾക്കായാലും സുതാര്യമായിട്ട് നല്ല സുതാര്യവും സമർത്ഥവുമായിട്ടുള്ളൊരു ഗുണനിലവാരമുള്ള മാനേജ്മെന്റ് ആവശ്യമാണ് അല്ലെ. എല്ലാ കാര്യങ്ങളും അവർക്ക് അവിടെ വരുന്ന പേഷ്യൻസിനായാലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായാലും നല്ല രീതിയിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെന്റ് അത്യാവശ്യമാണ്. അപ്പൊ ഏതൊരു സ്ഥാപനങ്ങൾക്ക്, ഇപ്പൊ ആശുപത്രി മാത്രമല്ല ഏതൊരു സ്ഥാപനങ്ങൾക്കായാലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. ഓരോ ഓർഗനൈസേഷന്റെയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ആയാലും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ മേലധികാരികളായാലും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ എന്താണ് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അവിടെ കിട്ടും. ആ കമ്പനിയിലേക്ക് ജോലി ചെയ്യാനായിട്ടും വീണ്ടും വീണ്ടും വരാനായിട്ട് നമുക്ക് ഇടവരും അല്ലെ. അല്ലെങ്കിൽ ഒരു ഉത്സാഹം ഉണ്ടാവും, ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. കാരണം എന്താ, അവര് പെരുമാറുന്ന രീതി ആയാലും നമ്മൾക്ക് വർക്കിംഗ് കണ്ടീഷൻ ആയാലും നമ്മൾ വെരി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ജോലി ചെയ്യാനായിട്ടായാലും കമ്പനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാലും എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നോ എന്ന് പറയാനായിട്ട് അവര് നോ എന്ന് പറയില്ല. കാരണം എന്താണ്, അവർക്ക് അത്രയും ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകളിലായാലും
നല്ല രീതിയിലുള്ള ഒരു ബെറ്റർ ക്വാളിറ്റിയുള്ള മാനേജ്മെന്റ് ആണെങ്കിൽ അല്ലെ, അവിടെ അവർക്ക് കൊടുക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ വർക്കിംഗ് എൻവയോൺമെന്റ്, സാലറി അല്ലെ, ബോണസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ അവരോട് പെരുമാറുന്ന രീതി അല്ലെ, ബിഹേവിയർ, അങ്ങനെയുള്ള അതുപോലെ തന്നെ ടെക്നോളജീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് HIS, അങ്ങനെയുള്ള ടെക്നോളജീസ്, സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ എന്താണ് അവർക്ക് ടൈം സേവിങ് പറ്റും. അതുപോലെ തന്നെ എന്താ എറേഴ്സ് ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. അതൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് ഓരോ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു രീതിയിലുള്ള ഒരു ബെറ്റർ മാനേജ്മെന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓരോ ഹോസ്പിറ്റലിലും ഇങ്ങനെയുള്ള സംവിധാനങ്ങള്, സൗകര്യങ്ങള്, എമ്യൂണിറ്റീസുകൾ കൊടുക്കുന്നതിലൂടെ അവർക്ക് എന്താണ് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അവരുടെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിനായാലും ഇങ്ങനെയുള്ള ഒരു ബെറ്റർ മാനേജ്മെന്റ് ആണെങ്കിൽ എന്താ അവിടെ വരാനായിട്ടും നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ടും പേഷ്യൻസിന് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ബെറ്റർ മാനേജ്മെന്റ് ഏതൊരു സ്ഥാപനത്തിനെയും എന്താണ് ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള രീതിയിലുള്ള ബെറ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? നമ്മള് 3 കാര്യങ്ങളാണ്, 3 സെന്റൻസുകളാണ് അല്ലെ ഇവിടെ പറഞ്ഞത്. എന്താ? എ ഹോസ്പിറ്റൽ സിസ്റ്റം വിത്ത് മൾട്ടിപ്പിൾ ലൊക്കേഷൻ and departments is a dynamic organization which has to conduct with the numerous internal and external factors. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഹോസ്പിറ്റൽ സംവിധാനം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിനകത്തും പുറത്തും നിരവധി ചലഞ്ചസുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. For the purpose for providing good quality and effective and efficient patient care tailored to the actual needs of a patient, the focus must be continuous quality improvement. ഇനി അതുപോലെ തന്നെ രോഗിയുടെ യഥാർത്ഥ ആവശ്യങ്ങൾ, അവരുടെ റിക്വയർമെന്റ്സുകൾക്ക് അനുസരിച്ചുകൊണ്ട് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടും ഫലപ്രദമായും കാര്യക്ഷമമായിട്ടും രോഗി പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള മെച്ചപ്പെടുത്തലുകൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലെ. ഓരോ ഹോസ്പിറ്റലും നല്ല രോഗികൾക്ക് പരിചരണം കൊടുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് ഹോസ്പിറ്റലുകളിൽ. Therefore, smart and transparent quality management system for employees and stakeholders is necessary, which is widely accepted in the organization. അതുപോലെ തന്നെ ഓരോ ജീവനക്കാർക്കും പങ്കാളികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സമർത്ഥമായും സുതാര്യമായതുമായിട്ടുള്ള ഗുണനിലവാര മാനേജ്മെന്റ് സംവിധാനം അത്യാവശ്യമാണ്. ഇത് സ്ഥാപനത്തിൽ വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, വായിച്ചു നോക്കിയേ, പാരഗ്രാഫ് വായിക്കാം കേട്ടോ.
അയച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. വാട്ട് ഈസ് ക്വാളിറ്റി? എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? ഓക്കെ, ക്വാളിറ്റി റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് എക്സലൻസ്. അണ്ടർലൈൻ ചെയ്യാം, വായിക്കുന്നത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Quality refers to degree of excellence and depends on what the person perceives in a particular situation. Okay, quality എന്ന് പറഞ്ഞാൽ എന്താണ്? മികവിന്റെ അളവ്, ഡിഗ്രി ഓഫ് എക്സലൻസ് എന്നാണ് പറയുന്നത്. ഡിഗ്രി ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മികവിന്റെ അളവ് എന്നാണ് ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നത്. Okay, quality refers to degree of excellence. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മികവിന്റെ അളവെന്നാണ് സൂചിപ്പിക്കുന്നത്. And depends on what the person perceives in the particular situations. എന്താണ് അത്? ഒരു പ്രത്യേക സാഹചര്യത്തില് ഒരു വ്യക്തി എന്ത് കണക്കാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലെ? നമ്മളിപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കോളേജ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചപ്പോ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്താണ്? നമ്മളൊരു പ്രൊഡക്റ്റ് കടയിൽ നിന്ന് വാങ്ങിയപ്പോ നമ്മൾ അതിനകത്ത് എന്ത് കാണുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്വാളിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഇല്ലേ? ചിലപ്പോ നമ്മൾ കണ്ടത് ഫീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസക്ക് നമ്മൾ എന്താണ് അത്രയും മൂല്യം ഉണ്ടാകാം, അല്ലെ? അതിന്റെ റാപ്പിംഗ് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അതിന്റെ പ്രൈസ്, അല്ലെ? പ്രൈസ് കുറവായിരിക്കാം നമ്മള് അതിന് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിരിക്കാം, ഇല്ലേ? ലോങ് ലാസ്റ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? ഇപ്പൊ എന്ത് ഒരു സർവീസ് ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ അതിനെ എന്ത് കാണുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരും, ഓരോ പേഴ്സണും. ഇപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടായിരിക്കില്ല ആവണയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ആവണയുടെ കാഴ്ചപ്പാടായിരിക്കില്ല ശ്രീലക്ഷ്മിയുടെ കാഴ്ചപ്പാട്. ശ്രീലക്ഷ്മിയുടെ കാഴ്ചപ്പാടായിരിക്കില്ല ആൽവിന്റെ കാഴ്ചപ്പാട്, അല്ലെ? ഓരോരുത്തരും ഡിഫറെന്റ് പേഴ്സൺസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ആ ക്വാളിറ്റി അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡിഫറെന്റ് രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് എക്സലൻസ്, മികവിന്റെ അളവെന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, ഒരു പ്രത്യേക സാഹചര്യത്തിലെ വ്യക്തി എന്ത് കാണുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഈ ക്വാളിറ്റി ആശ്രയിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ. സയന്റിഫിക്കലി സ്പീക്കിംഗ് ദ സിംപ്ലസ്റ്റ് മീനിങ് ഓഫ് എ ക്വാളിറ്റി ഈസ്. സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ക്വാളിറ്റിയെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ദ ഡിഗ്രി ഓഫ് അഡ്ഹറൻസ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു ദ predetermined specifications.
എന്താണ് സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? The degree of adherence of a product or services to the predetermined specifications. എന്താണ് ശാസ്ത്രീയമായിട്ടല്ലേ, സയന്റിഫിക്കലി ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഗുണനിലവാരത്തിന്റെ ഏറ്റവും ലളിതമായ അർത്ഥം എന്ന് പറഞ്ഞാല് സിംപ്ലിഫൈ ചെയ്ത് സിംപ്ലസ്റ്റ് ആയിട്ട് അതിനെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ഒരു ഉൽപ്പന്നമോ സേവനമോ മുൻകൂട്ടി നിശ്ചയിച്ച സ്പെഷ്യലൈസേഷനുമായി പാലിക്കുന്നതിന്റെ അളവ് എന്നതാണ്. ഒന്നുകൂടി പറയാം, ഒരു ഉൽപ്പന്നമോ സേവനമോ മുൻകൂട്ടി നിശ്ചയിച്ച സ്പെഷ്യലൈസേഷനുമായിട്ട് പാലിക്കുന്നതിന്റെ അളവ്, അതിനെയാണ് നമ്മള് ശാസ്ത്രീയമായിട്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഓരോന്നും ഓരോ പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒരു ഡോക്ടർ, നമുക്ക് ENT ഡോക്ടറിനെ എടുക്കാം. ENT ഡോക്ടറിനെ എടുത്ത് വരുമ്പോ നമ്മള് എന്താണ്, അദ്ദേഹം ENT-യിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അല്ലെ, അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അതിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പീഡിയാട്രിക് എടുക്കുമ്പോ പീഡിയാട്രിക് ഡോക്ടർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കുട്ടികളുടെ ഡോക്ടറാണ് അല്ലെ, കുട്ടികളുമായിട്ട് കുട്ടികളുടെ കൊടുക്കുന്ന സർവീസ് കെയറുമായിട്ടാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഇല്ലേ. അങ്ങനെയാണ് ഓരോ പ്രൊഡക്റ്റും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് ഓരോ പ്രൊഡക്റ്റും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്പെഷ്യലൈസേഷനുമായിട്ട് പാലിക്കുന്നതിന്റെ അളവ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഒരു ഉൽപ്പന്നമോ ഒരു സേവനമോ മുൻകൂട്ടി നിശ്ചയിച്ച സ്പെഷ്യലൈസേഷനുമായി പാലിക്കുന്നതിന്റെ അളവ് എന്നതാണ് അതിനെ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ക്വാളിറ്റിയെ പറയുന്നത്. The American quality practices look place in 1800s as they were modeled by the changes in the dominant production methods like. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, 1800-കളില് അമേരിക്കൻ ഗുണനിലവാര രീതികള് നിലവിൽ വന്നു. ഓക്കെ, 1800-ലാണ് എന്ത്, അമേരിക്കയുടെ ക്വാളിറ്റി പ്രാക്ടീസസ് അല്ലെ, അമേരിക്കൻ ഗുണനിലവാര രീതികള് ക്വാളിറ്റി പ്രാക്ടീസസുകള് നിലവിൽ വന്നത്. പിന്നെ എന്താ പറയുന്നത്, പ്രബലമായ ഉൽപാദന രീതികളില് മാറ്റങ്ങള് അവ രൂപപ്പെട്ടതോടെയാണ് ഉണ്ടായത്. ഓക്കെ, ഇങ്ങനെ ക്വാളിറ്റി ഓരോ പ്രൊഡക്റ്റിന്റെയും അതിന്റെ എന്താണ് പ്രബലമായിട്ടുള്ള ഉൽപാദന രീതികളിലുള്ള ചേഞ്ചസുകള്. ഓക്കെ, modeled by changes in the dominant production methods. അപ്പൊ അതിന്റെ ആ ചേഞ്ചസുകൾ വന്നത് എന്തിലാണ്, 1800-കളില് അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ഈ ചേഞ്ചസുകൾ വരാനായിട്ട് തുടങ്ങിയത്. ഓരോ ചേഞ്ചസ്, ഓരോ ക്വാളിറ്റിയുടെ ഇവല്യൂഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഓരോരോ പോയിന്റ്സ് ആയിട്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ക്രാഫ്റ്റ്മാൻഷിപ്പ്. ഓക്കെ, ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാല് എന്താണ്, കരകൗശല വൈദഗ്ധ്യം. ഓക്കെ, കരകൗശല വൈദഗ്ധ്യം നോക്കാം. മെയിൻറ്റെയിൻഡ് the form of quality by inspecting the goods before sale. അപ്പൊ എന്താണ് ഇവിടെ ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിലിന് മുൻപ് സാധനങ്ങൾ പരിശോധിച്ച് ഗുണനിലവാരം നിലനിർത്തുന്നു. ഓക്കെ, ക്രാഫ്റ്റ്മാൻഷിപ്പിൽ എങ്ങനെയാണ്, സെയിലിന് മുൻപ് സാധനങ്ങൾ പരിശോധിച്ചിട്ട് ക്വാളിറ്റി നിലനിർത്തുക. ഓക്കെ, സെയിലിന് മുൻപ് സാധനങ്ങൾ പരിശോധിച്ച് ക്വാളിറ്റി നിലനിർത്തുകയാണ് ക്രാഫ്റ്റ്മാൻഷിപ്പിൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു 1800-കളില് എന്താണ് ഈ അമേരിക്കൻ ക്വാളിറ്റി പ്രാക്ടീസസ് നിലവിൽ വന്നു. അതിനുശേഷം ക്വാളിറ്റിയുടെ ഇവല്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രാഫ്റ്റ്മാൻഷിപ്പ് ആണ്. ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാല് കരകൗശല വൈദഗ്ധ്യം. എന്താണ് അതിൽ പറയുന്നത്, maintained the form of quality by inspecting the good before sales.
ഗുഡ്സ് ബിഫോർ സെയിൽസ്, സെയിലിന് മുൻപ് നമ്മൾ സാധനങ്ങൾ പരിശോധിച്ച് ഗുണനിലവാരം നിലനിർത്തുന്നു. ഇനി ഫാക്ടറി സിസ്റ്റം എന്താണ്? ക്വാളിറ്റി വാസ് അഷ്യൂർഡ് ത്രൂ ദ സ്കിൽ ഓഫ് ലേബറേഴ്സ്, റെഗുലർ ഓഡിറ്റ്സ് ആൻഡ് ഇൻസ്പെക്ഷൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? റെഗുലർ ആയിട്ടല്ലേ? ഓക്കെ, ക്വാളിറ്റി ഈ ഫാക്ടറി സിസ്റ്റത്തിൽ പറയുന്നത് എന്താണ്? ഓഡിറ്റ്, അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശോധനകള്, ഓഡിറ്റ് നടത്തി അതുപോലെ തന്നെ പരിശോധനകൾ എന്നിവയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നുണ്ട് നമ്മൾ. എവിടെയാണ്? ഫാക്ടറി സിസ്റ്റത്തിൽ അല്ലെ. സ്കിൽഡ് ലേബേഴ്സുകള് എന്ത് ചെയ്യുന്നുണ്ട്? സ്കിൽഡ് ലേബേഴ്സുകള് വിദഗ്ധമായിട്ടുള്ള തൊഴിലാളികൾ അല്ലെ. സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറഞ്ഞാല് വിദഗ്ധമായിട്ടുള്ള തൊഴിലാളികളാണ്. അത് ഓഡിറ്റ് നടത്തുകയും അതുപോലെ തന്നെ എന്താണ്? ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാല് പരിശോധനകൾ നടത്തി ഗുണനിലവാരം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്, ഫാക്ടറി സിസ്റ്റത്തിലൂടെ ചെയ്യുന്നത് കേട്ടോ. ഫാക്ടറി സിസ്റ്റം എന്ന് പറഞ്ഞാല് എന്താണ്? സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സുകൾ, വൈദഗ്ധ്യമാർന്ന തൊഴിലാളികള് വിദഗ്ധ തൊഴിലാളികള് എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റുകൾ അതുപോലെ തന്നെ പരിശോധനകൾ, ഇൻസ്പെക്ഷനുകൾ നടത്തി ഗുണനിലവാരം ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ ക്രാഫ്റ്റ്മാൻഷിപ്പിൽ എന്താ പറയുന്നത്? സെയിലിന് മുൻപ് സാധനങ്ങൾ പരിശോധിച്ചിട്ട് ഗുണനിലവാരം ഉറപ്പാക്കുന്നു. ഈ ഫാക്ടറി സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? റെഗുലർ ആയിട്ടല്ലേ, വിദഗ്ധ തൊഴിലാളികള് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ഓഡിറ്റുകളും അതുപോലെ തന്നെ പരിശോധനകളും നടത്തി ഗുണനിലവാരം ഉറപ്പാക്കുന്നു. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനും ഒന്ന് വായിച്ചു നോക്കി. ഇൻട്രൊഡക്ഷൻ വായിക്കാം കേട്ടോ. ക്വാളിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം.
ഇനി നെക്സ്റ്റ് നോക്കാം the Taylor system. Okay, the Taylor system. Taylor's aim was to increase the productivity without increasing the number of skilled craftsmen. He attained this. The beginning of the 20th century marked the addition of processes in quality practices. ഇവിടെ എന്താണ് ടൈലർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈലർ സിസ്റ്റം എന്ന് പറഞ്ഞാല് സയന്റിഫിക് മെത്തേഡിലൂടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നതാണ് ടൈലർ സിസ്റ്റത്തിൽ പറയുന്നത്. സയന്റിഫിക് മെത്തേഡിലൂടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടൈലേഴ്സ് എയിം അല്ലെ എന്താണ്? ടൈലറുടെ എയിം അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധരുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടു. ഓക്കെ, അദ്ദേഹത്തിന്റെ എയിം എന്ന് പറഞ്ഞാൽ ടൈലേഴ്സിന്റെ എയിം എന്താണ്? വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധരുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ അല്ലെ, എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ എന്താണ് ലേബേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കാതെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടാണ് ലക്ഷ്യമിട്ടത്. എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? നമുക്ക് എംപ്ലോയീസിനെ കുറച്ചുകൊണ്ട് ഉത്പാദനക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? എങ്ങനെയായിരിക്കാം? എംപ്ലോയീസിനെ കുറച്ചുകൊണ്ട് ഉത്പാദനക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും എന്ന് ആലോചിച്ച് നോക്കിയേ. വെരി ഗുഡ്, മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെ എംപ്ലോയീസിനെ കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റും? എംപ്ലോയീസ് ചെയ്തതിനെക്കാട്ടിയും കൂടുതൽ നമുക്ക് ഉത്പാദനക്ഷമത മെഷീൻസ് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലെ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉത്പാദിപ്പിച്ച് പ്രോഫിറ്റ് മേക്കിങ്ങിന് സാധിക്കുന്നുണ്ട് മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് ടൈലർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സയന്റിഫിക് മെത്തേഡിലൂടെ നമ്മൾ എങ്ങനെയാണ് ഗുണനിലവാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ടൈലേഴ്സിന്റെ എയിം എന്ന് പറഞ്ഞാൽ ടൈലറിന്റെ അദ്ദേഹത്തിന്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ എന്താണ് പറയുന്നത്? വൈദഗ്ധ്യമുള്ള കരകൗശല ക്രാഫ്റ്റ്മാൻ കരകൗശല വൈദഗ്ധ്യമുള്ള ആളുകളുടെ എണ്ണങ്ങൾ കുറച്ചുകൊണ്ട് അവിടുത്തെ കാൻഡിഡേറ്റ്സ് തൊഴിലാളികളുടെ എണ്ണങ്ങൾ കുറച്ചുകൊണ്ട് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടാണ് ലക്ഷ്യമിട്ടത്. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് ഗുണനിലവാര രീതികളിൽ പ്രോസസ്സ് ചെയ്തു മെഷീൻസുകൾ നമ്മൾ പറഞ്ഞു മെഷീൻസ് വഴിയായിട്ടും ഉത്പാദനക്ഷമത വർദ്ധിക്കുകയാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത്. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് ഗുണനിലവാര രീതികള് പ്രോസസ്സ് ചെയ്തു. 20ാം നൂറ്റാണ്ടിലാണ് ഈ കാര്യങ്ങൾക്ക് ലക്ഷ്യമിട്ടത്. ഓക്കെ, ടൈലറുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത്? ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്താണ്? കരകൗശല വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ അവരുടെ എണ്ണങ്ങൾ കുറച്ചുകൊണ്ട് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടാണ് ലക്ഷ്യമിട്ടത്. 20ാം നൂറ്റാണ്ടോടെയാണ് അത് ആരംഭിച്ചത്. എങ്ങനെയാണ്? മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടാണ് അദ്ദേഹം നോക്കിയത്. ഇനി നെക്സ്റ്റ് എന്താണ്? വാൾട്ടർ സ്റ്റുവർട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? a statistician for Bell Laboratories started to focus on controlling the processes in mid-1920s. He ensured the quality was significant for both the finished product and the method used to create it. എന്താ പറയുന്നത്? ഈ വാൾട്ടർ സ്റ്റുവർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനാണ് കേട്ടോ, സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. അതുപോലെ തന്നെ അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം എന്താ പറയുന്നത്? ഈ 1920 ആയപ്പോഴേക്കും ക്വാളിറ്റി കൺട്രോളിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് അദ്ദേഹം ഊന്നി പറയുന്നത്. ഓക്കെ,
എത്രയായപ്പോഴേക്കാണ്, എത്ര ഇയറിലാണ്? 1920 ആയപ്പോഴേക്കും അതിന് അതായപ്പോഴേക്കും ക്വാളിറ്റി കൺട്രോളിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? He ensured quality was significant for both the finished product and the methods used to create it. അപ്പൊ എന്താണ് പറയുന്നത്? പൂർത്തിയായിട്ടുള്ള ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയും, അതായത് പൂർത്തിയായെന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ലെ. പൂർത്തിയായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും അത് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന രീതികൾക്കും, അതായത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിക്കും അത് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന രീതികൾക്കും ഗുണനിലവാരത്തിനും ഉറപ്പുവരുത്തുക അല്ലെ. അത് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിന്റെ രീതികൾക്കായാലും ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ടാണ് അദ്ദേഹം അവിടെ പറയുന്നത്. മനസ്സിലായോ? വാർത്ത സ്റ്റുവേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അദ്ദേഹം സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ്. 1920കളുടെ കാലഘട്ടത്തിൽ ആണ് എന്ത് ഈ ക്വാളിറ്റി കൺട്രോളിന്റെ പ്രാധാന്യത്തെ പറ്റി അദ്ദേഹം ഊന്നി പറയുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഫിനിഷ്ഡ് ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയും അത് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രീതികൾക്കും ഗുണനിലവാരത്തെയും എന്താണ് ഉറപ്പുവരുത്തുക. ആ രീതികൾക്കായാലും അതുപോലെ തന്നെ എന്താണ് ആ പ്രൊഡക്റ്റിനായാലും ക്വാളിറ്റി, നല്ല രീതിയിലുള്ള ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഫിനിഷ്ഡ് ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിക്കും അത് സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള രീതികൾക്കും ഗുണനിലവാരം ഉറപ്പുവരുത്തുക. കിട്ടിയോ? നെക്സ്റ്റ് ആണ് എഡ്വേർഡ് ഡെമിൻ. ഓക്കെ, introduce the concept of a quality management. Underline ചെയ്യാട്ടോ. Quality management TQM ചോദിക്കാറുണ്ട്. Okay, എഡ്വേർഡ് ഡെമിൻ underline ചെയ്യാം. Introduce the concept of a total quality management, which was implemented in the healthcare industry. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നത് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണ്? എഡ്വേർഡ് ഡെമിൻ ആണ്. ഓക്കെ, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് എഡ്വേർഡ് ഡെമിൻ ആണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും ഏറ്റവും ഉയർന്ന നിലവാരമുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് TQM എന്ന് പറയുന്നത്. ഓക്കെ, TQM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും ഏറ്റവും ഉയർന്ന നിലവാരമുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൺസെപ്റ്റ് ആണ് TQM. കിട്ടിയോ? എഡ്വേർഡ് ഡെമിൻ എന്ന് പറഞ്ഞാല് എഡ്വേർഡ് ഡെമിൻ TQM ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അല്ലെ. ഓക്കെ, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത TQM എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് എഡ്വേർഡ് ഡെമിൻ ആണ്. TQM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും ഏറ്റവും ഉയർന്ന നിലവാരമുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൺസെപ്റ്റ് ആണ് TQM. ഓക്കെ, അത്ര ഒന്ന് വായിച്ചു നോക്കിയേ. ടൈലർ സിസ്റ്റം, വാൾട്ടർ സ്റ്റുവർട്ട്, എഡ്വേർഡ് ഡെമിൻ.
വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഡോക്ടർ എവിഡിസ് ഡോണ ബിഡിയെ presented the three measures called a structure, process, and outcomes, which emphasized the value of looking at the three measures while monitoring and assessing. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഇദ്ദേഹം ഹെൽത്ത് കെയർ ക്വാളിറ്റിയെ പറ്റിയുള്ള 3 മെഷേഴ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ടു, സ്ട്രക്ചർ കണ്ടു, പ്രോസസ്സ് കണ്ടു, ഔട്ട്കംസ് കണ്ടു അല്ലെ. 3 മെഷേഴ്സ് അവിടെ 3 മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം. സ്ട്രക്ചർ ആണ്, പ്രോസസ് ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്കംസ്. ഇതാണ് 3 മെഷേഴ്സ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോഴ്സസുകളാണ്. ഓക്കെ, അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിസോഴ്സസ് ആണ്. ഓക്കെ, ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസോഴ്സസിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ അവിടെ സെക്കൻഡ് കൊടുത്തിരിക്കുന്നത് എന്താണ്? പ്രോസസ്സ്. എങ്ങനെയാണ് ആ കെയർ അല്ലെങ്കിൽ ആ പരിചരണം ആളുകളിലേക്ക് വിതരണം ചെയ്യുന്നത് എന്നതാണ് പ്രോസസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ആളുകളിലേക്ക് കെയർ കൊടുക്കുന്നത് എന്നുള്ള, അല്ലെങ്കിൽ ആ വിതരണം ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുക്കുന്ന കെയറിന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് ഔട്ട്കംസ്. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ ഉണ്ട്, പ്രോസസ് ഉണ്ട്, അതുപോലെ ഔട്ട്കംസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു 3 മെഷേഴ്സുകളാണ് അല്ലെ. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഹെൽത്ത് കെയർ ക്വാളിറ്റി പറ്റിയുള്ള 3 മെഷേഴ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡ് വൺ പ്രോസസ്, തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്കംസ് ആണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോഴ്സസുകളാണ്, ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസുകൾ ഏതെല്ലാമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ പ്രോസസ്സ്, എങ്ങനെയാണ് നമ്മൾ ആ കെയർ അല്ലെങ്കിൽ ആ പരിചരണം ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത്, വിതരണം ചെയ്യുന്നത്. ഇനി ഔട്ട്കംസ് എന്ന് പറയുന്നത് കൊടുക്കുന്ന ആ കെയറിന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, അതാണ് ഔട്ട്കം ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ 3 കാര്യങ്ങളാണ് இந்த ഹെൽത്ത് കെയർ ക്വാളിറ്റിയുടെ കമ്പോണൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം എന്താണ് the birth of the modern concept of quality management in healthcare took place in 1918 when the American College of Surgeons began the hospital standardization program, giving the criteria and standards for accreditation of the hospitals. Joint Commission on Accreditation of hospitals underline ചെയ്ത് വെക്കാം. എക്സാം ഇത് ചോദിക്കാറുണ്ട്. JCAH അതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അണ്ടർലൈൻ ചെയ്യാം. വാസ് സ്റ്റാർട്ടഡ്, അതിന്റെ ഇയർ ഓക്കെ, ഇയേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. 1952 which published the first accreditation standards and was made mandatory for all hospitals to obtain the JCAH accreditation standards. In 1947, the ISO was started with the objective of facilitating international coordination and unifications of industrial standards. Okay. അപ്പോ ഇവിടെ പറയുന്നത് എന്താ? നമ്മൾ പറഞ്ഞു 3 മെഷേഴ്സ് അല്ലെ, 3 കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞത്. സ്ട്രക്ചർ, പ്രോസസ്സസ്, ഔട്ട്കംസ്. അപ്പൊ ഇതൊക്കെ ഹെൽത്ത് കെയർ ക്വാളിറ്റിയുടെ കമ്പോണൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതിനുശേഷം എന്താണ്? ഒരു മോഡേൺ ഹെൽത്ത് കെയർ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ തുടക്കം എപ്പോഴാണെന്നാണ് പറയുന്നത്? 1918 ഓക്കെ, മോഡേൺ
ബർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു മോഡേൺ കൺസെപ്റ്റ് അല്ലെങ്കിൽ മോഡേൺ ഹെൽത്ത് കെയർ ക്വാളിറ്റി മാനേജ്മെന്റ് തുടക്കം എന്ന് പറയുന്നത് 1918-ലാണ്. ഓക്കെ, ഇനി എന്താണ് അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആണ് അക്രഡിറ്റേഷനും വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആണ് അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് പ്രോഗ്രാംസുകൾ സ്റ്റാർട്ടപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ JCAH അല്ലെ, ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1952-ലാണ്. അത് വന്നിരിക്കുന്നത് 1952-ലാണ്. ഇവരാണ് ആദ്യമായിട്ട് അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സുകൾ ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, ആദ്യമായിട്ട് അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സുകൾ പബ്ലിഷ് ചെയ്തത് JCAH ആണ്. ഇവര് മുന്നോട്ട് വെച്ച എല്ലാ സ്റ്റാൻഡേർഡ്സുകളും നിർബന്ധമാക്കി മാറ്റിയിട്ടുണ്ട്. ഇവര് മുന്നോട്ട് വെച്ച എല്ലാ സ്റ്റാൻഡേർഡ്സുകളും നിർബന്ധമാക്കി മാറ്റിയിരുന്നു. ഇനി എന്താണ് ISO വന്നിരിക്കുന്നത്, സ്റ്റാർട്ടപ്പ് ചെയ്തത് 1947-ലാണ്. ആഗോളതലത്തില് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സുകള് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് 1997-ല് സ്ഥാപിതമായതാണ് ISO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ISO എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1947-ലാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ആഗോളതലത്തില് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സുകൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് 1997-ല് സ്ഥാപിതമായിട്ടുള്ളതാണ് ഇത് ISO എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം പാരഗ്രാഫ്. ഇയേഴ്സ് അതുപോലെ തന്നെ എക്സ്പാൻഡ് ഫോമുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അച്ഛനോ യെസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്ര വരെ ഡൗട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്ര വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓരോ കാര്യങ്ങളും ഇല്ല, ഡൗട്ട് ഒന്നും ഇല്ല, വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ കേട്ടോ. ഓക്കെ, താങ്ക് യു.